ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വായിലിട്ടാൽ അരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ള ഒരു സ്നാക്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ് വെച്ചിട്ടാണ്. നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ? അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു ചോറിൻ്റെ അളവിലേക്കുള്ള ശർക്കരയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കണ്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് ഞാൻ 1.5 അച്ച് ശർക്കര എടുത്തത്. പക്ഷേ ആ ഒരു ശർക്കര ഒരു നോർമലായിട്ടുള്ള ഒരു മധുരമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒരു 3 അച്ച് ശർക്കര എടുത്താലാണ് അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു മധുരം അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. മധുരം കുറച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ തന്നെ അരഞ്ഞ് കിട്ടണം. ഒട്ടും അതിൽ വറ്റോ തരിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ചോറായതിൻ്റെ പേരിൽ ഒത്തിരി വെള്ളത്തിൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് അരഞ്ഞ് കിട്ടും. പിന്നെ വേണ്ടിയിട്ടുള്ള അപ്പോൾ അരച്ചിട്ടുള്ള ചോറിനും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി എടുക്കാം, ഗോതമ്പ് പൊടി എടുക്കാം, അതുപോലെ തന്നെ മൈദ എടുക്കാം, കോൺഫ്ലോർ എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്താണോ, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോൺഫ്ലോറൊക്കെ എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. അരിപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ അരിപ്പൊടിയും അവിടെ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാനിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നല്ല പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ശർക്കര നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. ഓണാക്കാതെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ശർക്കരയുടെ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ശർക്കര മെൽറ്റാക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ചൂടൊക്കെ നല്ലോണം ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അഥവാ വറ്റിൻ്റെ കഷ്ണമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെയാണ് അത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ശർക്കര പാനിയിൽ നമ്മുടെ ഈ അരച്ച് വെച്ച ചോറ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഒന്ന് സാവധാനമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിന്ന് കലക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക. അത് സ്പാച്ചില വെച്ചിട്ടും ഞാൻ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി തന്നെ ശേഷം ഞാനിതാ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൈ എടുക്കാണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ കയ്യിൽ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്കിത് ഇളക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇനി അതും കൂടെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു മിക്സ് കണ്ടോ, ഇത് തിളച്ച് വരണം. അതായത് ഇതുപോലെ കണ്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ ഒരു തിളക്കൽ വരുന്ന സമയത്ത് നമുക്ക് കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഓരോന്നും റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു മിക്സ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി റെഡിയാക്കാനും നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് പൊടിയാണോ കലക്കി വെച്ചത് അത് ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു കൈ കൊണ്ട് ഈ ഒരു പൊടി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മറ്റേ കൈ കൊണ്ട്
ഇതുപോലെ കലക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അല്ലാതെ പൊടി ഒഴിച്ച് ശേഷം നമ്മൾ കലക്കി കൊടുക്കുമ്പോൾ ആ ഒരു പൊടി വെന്ത് അതൊന്ന് കട്ട പിടിച്ച് പോകും. പിന്നെ നമുക്കൊന്ന് ഇത് റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. കട്ട പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തുള്ളത് ഒട്ടും കട്ടായിട്ടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതൊന്നും നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം ഒഴിച്ചതുപോലെ അല്ലാണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, അതുപോലെ ആയിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ബട്ടറോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വീണ്ടും ഇതിനെ വരട്ടി കൊടുക്കുകയാണേ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇതുപോലെ നിന്നിട്ട് ഇളക്കി കൊടുത്താൽ തന്നെയാണ് നമുക്ക് ആ ഒരു പാകത്തിന് റെഡി ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോ നമുക്ക് ഇത്രയും കാണിക്കുമ്പോൾ തന്നെ വീഡിയോ ലെങ്തിയാണ്. അപ്പോൾ മുഴുവനായിട്ട് അത് കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്തായിട്ട് പോകും കേട്ടോ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ വരട്ടുന്നത് കാണിച്ചിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു വരട്ടിയത് ഈ ഒരു ലെവലായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ വിട്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ രീതിക്ക് കിട്ടണം കേട്ടോ. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പരുവം, ഇതാണ് ഇതിൻ്റെ ഒരു പരുവത്തിൽ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ നിന്നിട്ട് അതുപോലെ വരട്ടി കൊടുത്തിട്ടെങ്കിൽ ലെവലായിട്ട് വരും. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒത്തിരി വേണമെന്നൊന്നുമില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേശം കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതിക്ക് ആയി കിട്ടണേ. എന്നാൽ മാത്രമാണ് നമുക്കിത് സെറ്റ് ചെയ്ത് വരുമ്പോൾ റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, വീണ്ടും ഞാൻ അതിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ലഞ്ച് ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി നെയ്യൊക്കെ തടവി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഓഫ് ചെയ്യാതെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഞാൻ ആദ്യം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണേ. അപ്പോൾ അതാ ലഞ്ച് ബോക്സിൽ ഇത്തിരി നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് തടവണം, അല്ലെങ്കിൽ നമുക്കിത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുള്ളൂ. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പാത്രം എടുത്താലും മതി കേട്ടോ. ഒരു നമ്മൾ ഫുഡൊക്കെ ചോറ് കഴിക്കുന്ന പ്ലേറ്റോ അങ്ങനെ ആയാലും മതി. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഇത്തിരി വെളുത്ത എള്ളുണ്ടല്ലോ, അതൊന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ കാഷ്യോ മുന്തിരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇപ്പം ഞാൻ ഈ എള്ളിട്ടതിന് പകരം നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കുക. എള്ളിൻ്റെ കൂടെ തന്നെ നമുക്ക് കാഷ്യോ മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി എള്ള് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ആ ഒരു കൂട്ടുണ്ടല്ലോ, നമുക്ക് ആ ഒരു ലഞ്ച് ബോക്സിലേക്ക് കൊട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ അടിഭാഗത്ത് നമ്മൾ നട്ട്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ്, നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ലാസ്റ്റായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തിരി കാഷ്യോ അല്ലെങ്കിൽ ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു മിക്സിലേക്ക്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ആ ലഞ്ച് ബോക്സിൽ കൊട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അതിന് ഹോൾസൊക്കെ വരുമല്ലോ, ആ രീതി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഹോൾസ് പോലെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സെറ്റ് ആവാണ്ട വരും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ബാക്ക് വശത്ത് ഇത്തിരി നെയ്യോ ഓയിലോ തടവി കൊടുത്താൽ മതി. 1 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പലഹാരം അവിടെ വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെ. 1 മണിക്കൂറിൽ കൂടുതൽ ഇരുന്നാലൊന്നും കുഴപ്പമില്ല, പക്ഷേ 1 മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെ കേട്ടോ. ഒന്ന് സെറ്റായിട്ട് വന്നോട്ടെ. നമ്മൾ ഒരു ഉച്ചയ്ക്ക് ചോറിലൊക്കെ കഴിയുന്ന ആ ഒരു സമയത്ത് നമുക്കിത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ വരുന്ന സമയമാകുമ്പോഴത്തേക്കും അത് അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ടാവും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, കൈ കൊണ്ട് അതുപോലെ ഒന്ന് വിടിവിച്ചെടുക്കുക. കത്തിയും വെച്ചിട്ടൊന്നും ചെയ്യണ്ട, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ കത്തിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ അതിൻ്റെ മുകളിൽ കൊണ്ട് പൊടിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് അതിൻ്റെ അരികെ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ അരികിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോരാനാണ്. പിന്നെ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നമ്മൾ നെയ്യൊക്കെ തടവിയതാണല്ലോ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഒന്ന് തട്ടി കൊടുത്തിട്ട് അതുപോലെ എടുക്കുക. കണ്ട, നല്ല സെറ്റായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കണ്ടോ,
വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ശർക്കര ഉണ്ടല്ലോ, നല്ല കറുപ്പ് കളറുള്ള ഒരു ശർക്കരയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കളർ ഉണ്ടാവും കേട്ടോ. നമുക്ക് കറുത്ത ഹൽവ റെഡി ആയിട്ട് കിട്ടുമല്ലോ, അതുപോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും ഹൽവ തന്നെയാണ്, നമ്മൾ ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ശർക്കരയുടെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് കളർ ഇത്തിരി കുറവായിട്ടാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ ഒക്കെ ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി മറന്നു പോവല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട്, അതും കൂടെ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് തരണേ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പലഹാരം മുറിച്ച് കാണിച്ചിട്ടുണ്ട്, കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടെന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം മക്കൾക്ക് കേട്ടോ. ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.